ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ പോകുന്നത് റിയാദ് സൂലോട്ടാണ്. അപ്പോൾ റിയാദ് സൂവും അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ വീഡിയോയും ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് വീണ്ടും ഇന്ന് പോകുന്നതെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. സൂലോട്ട് പോകുമ്പോൾ എന്തിനാണ് ഞാനിങ്ങനെ ഇവിടെ വെയിലും കൊണ്ടിരിക്കുന്നതെന്നല്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്. വേറൊന്നും അല്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ ഒരു സൂലോട്ട് വരുന്നത് 5ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. 5ാമത്തെ പ്രാവശ്യവും എന്തിനാണ് ഇവിടെ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇപ്പോൾ സൂലോട്ട് ഈ 5 പ്രാവശ്യവും വരവ് മാത്രമേ നടന്നിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം സൂലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ടൈം വരുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ഒന്നല്ല, കുറച്ച് ഞാൻ നാട്ടിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് മക്കൾക്ക് എന്തായാലും നാട്ടിലേക്ക് പോവല്ലേ, അതിൻ്റെ മുമ്പ് ഒന്നും കൂടി ഒന്ന് സൂ കാണണം പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. അന്ന് ഞങ്ങൾ കാറൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ടാക്സി പിടിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ടാക്സിയൊക്കെ പിടിച്ച് വന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ചത്തെ പണിയുണ്ട്, അതിനുശേഷം സൂ ഓപ്പൺ ആക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് മക്കൾക്ക് എന്തായാലും നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കാണാൻ നിർബന്ധമായതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ടാക്സി പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോഴും ഇവിടുത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. സൂ ഓപ്പൺ ആക്കിയിട്ടില്ല. ഞങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയിട്ടാണ് വന്നത്. പക്ഷെ അതിൽ ക്ലോസ്ഡ് അല്ല എന്നാണ് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നത്. പക്ഷേ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാട്ടിൽ പോയിട്ടൊക്കെ പോയി വീണ്ടും ഞങ്ങൾ ടാക്സി പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിലേക്ക് പോയ സമയത്ത് ഇവിടെ റെൻകാക്കാൻ്റെ ഫ്രണ്ട്സൊക്കെ സൂലോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വന്ന ഉടനെ തന്നെ ഒന്ന് വന്ന് നോക്കിയത് കേട്ടോ. പക്ഷേ അപ്പോഴും അവർ പറഞ്ഞു ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, സൂ ഇപ്പോൾ ഓപ്പൺ ആക്കുന്നില്ലായിരുന്നു. സത്യത്തിൽ അമ്മയൊക്കെ അവിടെ ഇരുന്ന് കരയായിരുന്നു. 2-3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഈ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർ എന്തോ ഇടയ്ക്ക് വെച്ചിട്ട് ഇവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രീ എൻട്രി ആയിരുന്നു എല്ലാവർക്കും. പിന്നെ വീണ്ടും പണി മുഴുവനാകാത്തതുകൊണ്ട് തന്നെ വീണ്ടും പണികളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും വണ്ടിയൊക്കെ എടുത്തതിന് ടാക്സിക്ക് വരൽ എന്തായാലും നിർത്തി എന്ന് വിചാരിച്ച് വണ്ടി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് വണ്ടി എടുത്തതിന് ശേഷം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ നോക്കിയപ്പോൾ ഒക്കെ ഓപ്പൺ ആണെന്നാണ് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും വണ്ടിയൊക്കെ എടുത്തതല്ല, ഇനിയിപ്പോൾ ടാക്സിക്ക് ക്യാഷ് കൊടുത്തുകൊണ്ട് ഇടങ്ങേറാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ പുറത്ത് ഒരുപാട് ആൾ നിൽക്കുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ എന്തായാലും സൂ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും, ഒരുപാട് ആളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സൂവിൻ്റെ ഫ്രണ്ടിലെത്തി. അന്നും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ സൂവിൻ്റെ അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ കിട്ടിയില്ല. അന്ന് സത്യത്തിൽ സൂ ഓപ്പണൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് സൂവിലോട്ട് വന്ന സമയത്ത് ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുത്തിട്ടാണ് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ പുറത്ത് ഒരുപാട് ആളെ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സൂക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് ഓൺലൈനിലായിട്ടാണ്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം അങ്ങനെയല്ല എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ എടുത്തവർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾ ഇതുപോലെ എടുക്കാത്തവർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പല ആളുകളും ഇവിടെ കച്ചറയൊക്കെ കൂടി ബഹളം വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു കേട്ടോ പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നും ഇതേപോലെ തന്നെ കയറാൻ പറ്റിയില്ല, അകത്തോട്ട് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ ഓൺലൈനിലായിട്ട് ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് തന്നെ പറ്റിയില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തോടു കൂടി ലാസ്റ്റാണ്, ഇനി സൂവിലോട്ട് വരുന്ന പരിപാടിയില്ല, നിർത്തിയെന്നും കൂടി ഞാൻ പറഞ്ഞതാണ്. കാരണം 4 പ്രാവശ്യം, 4ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞങ്ങൾ ഈ വന്ന് മടങ്ങുന്നത്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വരുന്നില്ല, നിങ്ങൾ പാപ്പയും മക്കളും വന്നോളിയിട്ടോന്നും കൂടി പറഞ്ഞതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ റെൻകാക്കാക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല വരാൻ, പിന്നെ മക്കളൊരു നിർബന്ധത്തിലാണ് ഞങ്ങൾ രണ്ടാളും. പിന്നെ തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് സൂവിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു ഐസ്ക്രീം റെൻകാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടി ഒന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് റെൻകാക്ക് വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു 4 പ്രാവശ്യമൊന്നും വരില്ല കേട്ടോ. പിന്നെ മക്കൾക്കും ഇതുപോലെ കുറേ പ്രാവശ്യം ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുന്നതാണ് ഈ 4 പ്രാവശ്യം. ഞാനിതുപോലെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇനി എന്തായാലും ഞാൻ വരില്ല എന്ന് പറയും എന്നൊക്കെ ചെയ്യും. വീണ്ടും ഇവരുടെ കൂടെ ഞാൻ വീണ്ടും വരും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ 5ാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ്, അങ്ങനെ ഇപ്പോൾ 5ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഓൺലൈനിലായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത്. പക്ഷെ ഓൺലൈനിൽ ഞങ്ങൾ ഈ വന്ന സമയത്ത് ടിക്കറ്റ് എടുത്തപ്പോൾ ഫ്രീ എൻട്രി ആയിരുന്നു കേട്ടോ, ടിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന സമയത്ത് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ ഉള്ളിലോട്ട് കയറ്റി. എങ്കിലും ഇവിടെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇനിയും ഒരുപാട് പണികൾ തീരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, ഇപ്പോൾ പെരുന്നാളൊക്കെ ആവാനായ സമയത്താണ് ഞങ്ങൾ പോയതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സൂ ഓപ്പൺ ആക്കിയതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ, ഞങ്ങൾ അന്ന് ആ നാട്ടിൽ പോയ സമയത്തും ഇവർ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് സൂ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു, വർക്കൊന്നും കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഈ വന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കണ്ടു. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് വർക്കും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പണികളൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഫസ്റ്റ് ഞാൻ കണ്ട സൂവിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സൂ വിശദമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്നിട്ട് വീഡിയോ പോയിട്ട് കാണാം. ഇന്നിപ്പോൾ ഞാൻ ഇതിൽ സൂ മൊത്തത്തിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് ഞങ്ങൾ കണ്ടിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാഴ്ചകളെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും കാണാതിരിക്കൊന്നും വേണ്ട കേട്ടോ. പരമാവധി ഞങ്ങൾ കണ്ടിട്ടുള്ള മൃഗങ്ങളെയൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ സൂവിലൊക്കെ കയറി കുറേ മൃഗങ്ങളെയൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഉണ്ടാവും കാണാൻ ആ പോണ് ആന മണ്ണായിട്ടേ.
മറ്റേ കാണ്ടം പൂച്ച. എല്ലാത്തിലും ആ സ്റ്റെപ്പാണ്. ആനയും കുട്ടി, ആനയും കുട്ടി. എന്തിനാ നോക്കണ്? ഓട്ടാണോ? നമ്മ എവിടെ ആനി? അത് വേറെ സെക്ഷനാണ്, ഇത് വേറെയാണ്. എത്ര കുറവുണ്ടോ? ഞാൻ അങ്ങോട്ട് വാല് വാല് തൂക്കിക്കണൊക്കെ എന്ത് പൽപ്പ് കടില്ലേ? അന്നിനെ കടിച്ചൂലേ? ഹലോ ഹലോ, നിങ്ങൾക്ക് നമ്മളെ കാണില്ല, ഞാൻ അവിടെ ഉണ്ട്. ഇതിന് വേറെന്ത് പേര് പറഞ്ഞു? എന്താ നോക്കി സാധനം നോക്കി. രണ്ട് കൂനുള്ള ഒട്ടകം, മറ്റേത് ഒരു കൂന ഉണ്ടാവുള്ളൂ. ആ ഇപ്പൊ ഓരോന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ. ഇത് മറ്റേതാണ്, ഇത് അറബിയാണ് ഷെയ്ഖ്.
അവിടെ എന്താ ഒരാൾ താഴെ ആ താപ്പ് മുതലനെ ഒന്ന് കാണണ്ടേ ആ ഇതെന്താണ് വെള്ളക്കുരങ്ങനോ വിജി അവിടെ നക്ക ചുണ്ട് തട്ടല്ലേ ഇതാക്കണ് ഇവിടെ കാണിച്ചേരാ വെള്ളക്കുരങ്ങ് Damno. വീട്ടിലേക്കാണ് പോകാ വണ്ടിന്റെ അടുത്തേക്ക് പോകാണ് നമ്മള് വണ്ടിന്റെ അടുത്ത് ചുക്കുനെ കൂട്ടിലിടുന്ന കാറ് അങ്ങനെ ഏകദേശം ആനിമൽസിനെയൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് അമ്നുവിന് കുറച്ച് ബോറടിയൊക്കെ തുടങ്ങി, വീട്ടിൽ പോവാന്നൊക്കെ പറച്ചിൽ തുടങ്ങി കേട്ടോ. അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ 2 സെക്യൂരിറ്റിമാർ വന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്, എല്ലാവരെയും പുറത്തേക്ക് ഓടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊന്നും പിന്നെ അവർ പോകാൻ സമ്മതിച്ചില്ല. പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്കിപ്പോൾ ആ ഫസ്റ്റ് വന്നതിൽ നിന്നും ഇപ്പോൾ വന്നതിൽ
വലിയ ഡിഫറെൻ്റായിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇനി ഞങ്ങൾ കുറേ മൃഗങ്ങൾ സിംഹത്തിനെയും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മുതലിനൊക്കെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം അതൊന്നും കണ്ടില്ല. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കണ്ടിട്ടുള്ള മൃഗങ്ങളെ കുറേ കാണാത്തതുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലൊക്കെ വല്ല മാറ്റം വരുത്തിയിട്ടുണ്ടോ ഒന്നൊന്നും അറിയില്ല. ഈ ഇപ്പോൾ കണ്ടതിൽ വലിയ മാറ്റങ്ങളൊന്നും ഞങ്ങൾക്ക് ഇവിടെ എന്ത് പണിയാണ് നടന്നതെന്ന് വരെ ഞാൻ ചോദിച്ചു കേട്ടോ റെൻകാക്കാനോട്. കാരണം വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ ആ സൂവിൽ കയറുന്ന ആ ഒരു ഫ്രണ്ട് ഭാഗം മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അവിടെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ റെൻകാക്ക കാര്യമായിട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഐസ്ക്രീം കഴിക്കാനായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല കേട്ടോ. കാരണം ഇവിടെ ഇന്നിപ്പോൾ ഫ്രീ എൻട്രി ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ അവിടെ ഐസ്ക്രീമും ഷോപ്സൊന്നും അതിൻ്റെ ഉള്ളിലുള്ള ഷോപ്പുകളൊന്നും ഇപ്പോൾ ഞങ്ങൾ കാണുന്നില്ല. ഒക്കെ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഫ്രീ എൻട്രി ഒക്കെ കഴിഞ്ഞ് ഇവർ പണിയൊക്കെ കഴിഞ്ഞ് പുതിയ സ്റ്റാർട്ടിങ്ങിലാവും അതൊക്കെ സ്റ്റാർട്ടാവുക. എന്തായാലും ഇന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് എന്നല്ല, ഞങ്ങളിപ്പോൾ 5 പ്രാവശ്യം വന്ന സമയത്തും ഒരുപാട് ആളുകൾ വന്ന് മടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മടുപ്പ് വന്നു കേട്ടോ. കാരണം ഇതിങ്ങനെ നടന്ന് കാണാനുള്ളതാണ്. അപ്പോൾ അമ്നു എന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കില്ല. റെൻകാക്ക ഒരുപാട് നേരം എടുത്തു. ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിലൊക്കെ റെൻകാക്ക എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാത്ത സമയത്തൊക്കെ ഞാനാണ് കേട്ടോ എടുത്തത്. നിങ്ങൾ റെൻകാക്ക മാത്രം എടുക്കുകയാണെന്ന് വിചാരിക്കേണ്ട. വീഡിയോ എടുക്കാത്ത സമയങ്ങളിലൊക്കെ ഞാനാണ് എടുത്തത്. എങ്കിലും റെൻകാക്കയാണ് കൂടുതൽ എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എടുത്ത് നടക്കുന്നത് ഒരു പണിയായതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും സൂക്ക് വരുന്നില്ല എന്ന് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ. റെൻകാക്ക് പറയാം ഇനി ഒരു പ്രാവശ്യം കൂടി വരണം ആ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് കാറിലെത്തി. ഞങ്ങളുടെ മിൽക്ക് കേക്ക് ഞാൻ കാറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ കഴിച്ച് തിരിച്ച് റൂമിലോട്ട് തന്നെ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, മിക്സിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ 2-3 ദിവസം മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണേണ്ടവർക്ക് അത് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. എങ്കിലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.